ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സീമന്തിനിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളാണ് ഏറ്റവും വലിയ ദുഷ്ട. മേഘൻ അവൻ്റെ അച്ഛനേക്കാൾ വലിയ കുഴപ്പക്കാരനായിരുന്നു. ഇനി അവൻ നോർമൽ ആവുകയാണെങ്കിൽ അവൻ വീണു പോയ ആ ദിവസത്തെക്കുറിച്ച് അവനോട് ചോദിച്ചു നോക്കണം. അന്ന് മേഘനെ തോമസ് സാറിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയത് കൊല്ലാനായിരുന്നു. അതിനുള്ള ശിക്ഷയാണ് അവന് കിട്ടിയതെന്ന് പറയുമ്പോൾ, അതൊന്നും എൻ്റെ അറിവോടെ അല്ലല്ലോ മോനെ എന്ന് സീമന്തിനി ചോദിക്കുമ്പോൾ, എങ്കിൽ പിന്നെ എന്തിനാണ് സ്വാതി ഇവിടെ വന്നു നിന്നത്? ഞാനും മഹിയും തെറ്റിയെന്ന് കരുതി മഹിക്ക് പകരക്കാരിയായിട്ടല്ലേ അവൾ വന്നത്. അതെന്താ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന് കണ്ണൻ തിരിച്ചു ചോദിക്കുമ്പോൾ, ദുർഗയ്ക്കും അതറിയാമായിരുന്നില്ലേ എന്ന് സീമന്തിനി ചോദിക്കുമ്പോൾ, അറിയാമായിരുന്നു. പക്ഷേ വിശ്വേട്ടൻ്റെ കൊലപാതകയുടെ മകളാണെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തെടുത്തത്. തുടർന്ന് കണ്ണൻ മോൻ്റെ അമ്മയുടെ മരണശേഷം ഒരു രണ്ടാം കെട്ടുകാരനെ വേണ്ട എന്ന് പലതവണ ഞാൻ അയാളോട് പറഞ്ഞതാണ്. അതിന് നീയും സാക്ഷിയാണ്. എന്നിട്ട് ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് എന്നെ ഈ വീട്ടിലേക്ക് അയാളും നീയും കൂടി പറഞ്ഞു വിട്ടത്. ഇവിടെ വന്നതിന് ശേഷം കണ്ണൻ മോനെ എനിക്ക് ജീവനായിരുന്നു. അത് കണ്ണൻ മോനും നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള എന്നെ വിശ്വേട്ടൻ്റെ മരണശേഷം നീയും നിൻ്റെ ഭർത്താവും കൂടി എൻ്റെ ഉള്ളിൽ വിഷം കൊത്തിവെച്ചു. അതിനുള്ള ശിക്ഷ പിന്നീട് എനിക്കും കിട്ടി. എൻ്റെ മോളെ എന്നെ വെറുക്കുന്നതിന് കാരണം ഞാൻ കണ്ണൻ മോനോട് ചെയ്ത തെറ്റാണ്. കണ്ണൻ മോൻ സന്ധി ചെയ്താലും നിന്റെ കുടുംബവുമായിട്ട് എനിക്കിനി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് യാചനയുമായിട്ട് ഇങ്ങോട്ട് വന്നു പോകരുതെന്ന് ദുർഗ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ സീമന്തിനിയോട്. തുടർന്ന് മോനെ എന്ന് വിളിച്ചുകൊണ്ട് സീമന്തിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണന് മുന്നിൽ കൈകൂപ്പുമ്പോൾ, മറ്റുള്ളവർ എൻ്റെ മുൻപിൽ കൈയും കൂപ്പുമ്പോൾ എൻ്റെ മനസ്സറിയും. പക്ഷേ ഇവിടെ വാമദേവൻ എന്നോട് ചെയ്തിരിക്കുന്നത്, എനിക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ അച്ഛനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ നിന്നും നിങ്ങൾക്കൊരു സഹായവും കിട്ടില്ല. സ്വാതിയുടെ കല്യാണത്തിന് ഒരു സഹായവും നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്നും കണ്ണൻ തുറന്നടിക്കുന്നു. വളഞ്ഞ വഴിയിലൂടെ കുണപ്പണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മോളെ കെട്ടിക്കാൻ ദുർഗ പറയുന്നുണ്ട്. അപ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, ഇനി കേസൊക്കെ നടത്തണ്ടേ ദുർഗയെ എന്ന് ചോദിക്കുമ്പോൾ, കേസിൽ നിന്ന് ഏതായാലും രണ്ടെണ്ണവും രക്ഷപ്പെടില്ല. തോമസ് സാറിൻ്റെ അടുത്ത് ഇപ്പോൾ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടല്ലോ രണ്ടെണ്ണവും. അത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ ജയിലിൽ തന്നെ കിടക്കണമെന്നും കണ്ണൻ പറയുന്നു. തുടർന്ന് മോൾക്ക് നല്ല നല്ല കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടെന്ന് സീമന്തിനി പറയുമ്പോൾ, അത് മുടക്കാനോ അവൾ ഒരു കൊലപാതകിയുടെ മകളാണെന്നോ ഞങ്ങൾ ആരോടും പറയില്ല. പക്ഷേ ഈ ഒരു കാര്യവും പറഞ്ഞ് കണ്ണൻ്റെ അടുത്ത് നിന്ന് ഇനിയൊരു സഹായവും നിനക്കുണ്ടാവില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് സീമന്തിനിയോട് ഇറങ്ങിപ്പോകാൻ തന്നെ കണ്ണനും ദുർഗയും പറയുന്നുണ്ട്. മഞ്ജു സാഗറിനോടൊപ്പം പോയപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച ആളാണ് ഞാൻ. അവൾ ഇന്നിപ്പോൾ നിങ്ങളുടെ വീട്ടിലായിരുന്നുവെങ്കിൽ അച്ഛൻ്റെ കൊലയാളിയുടെ മകൻ്റെ ഭാര്യയാണ് അവളെന്നൊരു കുറ്റബോധം എനിക്ക് ഉണ്ടാകുമായിരുന്നു. ഇനി നിങ്ങളോട് ഞാൻ സിമ്പതി കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനിയെ ദുർഗയും കണ്ണനും കൂടിയിട്ട് ആട്ടിയിറക്കി വിടുന്നുണ്ട്. സീമന്തിനി പോയതിന് ശേഷം, മോനെ അവരുടെ ഈ കണ്ണീരൊക്കെ കണ്ടിട്ട് നിൻ്റെ മനസ്സലിഞ്ഞു പോവല്ലേ എന്ന് പറയുമ്പോൾ, അതൊരിക്കലും ഉണ്ടാവില്ല അമ്മേ. അങ്ങനെ മനസ്സലിയാനുള്ള ന്യായമൊന്നും അവരുടെ ഭാഗത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിൻ്റെ അടുത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് ജാനമ്മ. ഇതേ സമയം മഹിയും ലേഖയും വരുന്നുണ്ട്. അപ്പോൾ ജാനമ്മയ്ക്ക് പോകാനുള്ള സമയമായില്ലേ, പോയിക്കോളാൻ പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് കുഞ്ഞിത് എന്തൊരു ഇറക്കാം മഹി എന്ന് ലേഖ ചോദിക്കുമ്പോൾ, വയറ് നിറച്ച് പാല് കുടിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങുന്നതാണെന്ന് പറയുന്നുണ്ട് ജാനമ്മ. തുടർന്ന് നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മ പോകാൻ തുടങ്ങുമ്പോൾ ജാനമ്മയുടെ മുഖം ശ്രദ്ധിക്കുന്ന മഹി, ജാനമ്മയ്ക്ക് എന്താ ഒരു വിഷമം പോലെ, എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മോളെ. കുഞ്ഞിനെ നോക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് മനസ്സിനെന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മ പോകുന്നു. ശേഷം കണ്ണേട്ടൻ കൊണ്ടുവന്നത് വിശ്വസിക്കാവുന്ന നല്ലൊരു അമ്മയാണെന്നെല്ലാം മഹി പറയുമ്പോൾ, ഇതൊക്കെ ചിലപ്പോൾ അവരുടെ അടവായിരിക്കും. കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തിന് പുറമെ പോകുന്ന സമയത്ത് വലിയൊരു തുകയും കൊടുക്കും. അതിലൊക്കെയാവും അവരുടെ കണ്ണ് എന്നെല്ലാം ലേഖ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ജാനമ്മ കേൾക്കാനായിട്ട് ഇടയാവുന്നുണ്ട് കേട്ടോ. ഏതായാലും ജാനമ്മ ജോലി പൂർത്തിയാക്കി പോകുന്ന സമയത്ത് നല്ലൊരു തുക തന്നെ കൊടുക്കും. ഇനി അത് മാത്രമല്ല, ജാനമ്മ എന്ത് ബുദ്ധിപ്പെട്ട് പറഞ്ഞാലും കണ്ണേട്ടൻ സഹായിക്കും എന്നെല്ലാം മഹി പറയുന്നത് കേൾക്കുന്ന ജാനമ്മ, എന്ത് നല്ല മക്കളാണ്, അവരോട് ഈ ക്രൂരത ചെയ്തവരൊന്നും ഒരിക്കലും നിലനിൽക്കില്ല എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ജാനമ്മ. തുടർന്ന് ലേഖ കുഞ്ഞിനെ വിളിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു. അപ്പോൾ ഇതേ സമയം മഹി പറയുന്നുണ്ട്, ഇന്നലെ രാത്രി മോൾ ഒട്ടും ഉറങ്ങിയിട്ടില്ലല്ലോ ലേഖയെ.
അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ, ഉണർത്താൻ ശ്രമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് ദേവരാജനും ഭാര്യയും ജാനമ്മയെ കാത്തിരിക്കുകയാണ്. ഇതേ സമയം ജാനമ്മ വരുന്നുണ്ട് വിങ്ങി പൊട്ടിക്കൊണ്ട്. അപ്പോൾ എന്തായിന്ന് ദേവരാജൻ ചോദിക്കുമ്പോൾ, ചെയ്തടാ, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. 40-45 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ്, കുഞ്ഞെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ ഗതി കിട്ടില്ല. ആ കുഞ്ഞിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയൊന്നും വെറുതെ വിടില്ല. മാത്രമല്ല അതിനെ കൊല്ലാൻ കാശ് തന്നവരും പുഴുത്തേ ചാകൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാനമ്മ ശപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന മരുമകൾ, അമ്മ എന്തിനെങ്ങനെ ശപിക്കുന്നത്, അമ്മ ഇപ്പോൾ ഇത് ചെയ്തതുകൊണ്ട് ഈ വീട്ടിൽ കഴിയുക എന്ന് പറയുന്നുണ്ട്. കാര്യം നടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി പൈസ കിട്ടും, അതുകൊണ്ട് കടങ്ങളൊക്കെ തീർക്കാം. മാത്രമല്ല ആ പ്രതാപൻ സാറിൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വീണ്ടും കിട്ടും എന്ന് ദേവരാജൻ പറയുമ്പോൾ, ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ ആ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. പാല് കുടിച്ചതിൽ പിന്നെ അത് എഴുന്നേറ്റിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ തളർന്നിരിക്കുകയാണ് കേട്ടോ ജാനമ്മ. പാല് കുടിച്ചതിലുള്ള ക്ഷീണത്തിൽ ഉറങ്ങിയതായിരിക്കും. ഇനിയിപ്പോൾ അത് ഉറങ്ങിയില്ലെങ്കിൽ ഭാഗ്യം എന്ന് ദേവരാജൻ പറയുമ്പോൾ തന്നെ, മിണ്ടിപ്പോകരുത് മനുഷ്യപ്പറ്റില്ലാത്തവനെ. ആ കണ്ണൻ സാറ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് തന്നെ നല്ലൊരു പൈസ എൻ്റെ കയ്യിൽ വെച്ച് തന്നു. മാത്രമല്ല നല്ലൊരു തുക തന്നെയാണ് മാസം ശമ്പളമായിട്ടും തരുന്നത് എന്നെല്ലാം ജാനമ്മ പറയുമ്പോൾ, അതുകൊണ്ടൊന്നും നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് ഈ കണ്ണീരൊക്കെ തുടച്ചു കളഞ്ഞ് അകത്ത് കയറി വിളക്ക് കൊളുത്തി ദൈവത്തിനോട് പ്രാർത്ഥിക്കാനെല്ലാം ദേവരാജൻ പറയുമ്പോൾ, നിൻ്റെ വാക്ക് കേട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ദൈവങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ ഒരുപോലെയാണെന്നാണ് പറയാറ്. അപ്പോൾ നിൻ്റെ വാക്ക് കേട്ട് ഞാൻ കൊന്നിരിക്കുന്നത് ദൈവത്തിനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ ജാനമ്മ. പിന്നീട് പ്രതാപൻ കരുണയോട് പറയുന്നുണ്ട്, ഇന്നത്തെ രാത്രി തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വാർത്ത കേട്ട് നമുക്ക് സന്തോഷിക്കാം. ആ കുഞ്ഞിന് 2 അമ്മമാരാണുള്ളത്. 2 പേരും നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ആ ഒരു കാണാനുള്ള ഒരു ഭാഗ്യം നിനക്കുണ്ടാകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുമ്പോൾ, എല്ലാം കഴിയട്ടെ എന്നിട്ട് ഇങ്ങനെ സന്തോഷിക്കാം എന്നെല്ലാം ഉണ്ണി ഇടയ്ക്ക് കയറി പറയുമ്പോൾ, നീ ചെയ്തതൊന്നും ഇതുവരെ നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ കളിയാക്കാതെ പ്രാർത്ഥിക്കാനെല്ലാം പ്രതാപം പറയുമ്പോൾ, മഹാലക്ഷ്മി കല്യാണത്തിന് മുൻപ് നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ, നിങ്ങൾക്ക് എന്നിട്ട് എന്തെങ്കിലും അവരെ ചെയ്യാൻ പറ്റിയോ? മാത്രമല്ല ആ പൂജാമുറിയിലെ അയ്യപ്പ വിഗ്രഹമെങ്കിലും നിങ്ങൾക്ക് എടുത്തു മാറ്റായിരുന്നില്ലേ? എങ്കിൽ പിന്നെ അവരുടെ പകുതി ശക്തി കുറഞ്ഞേനെ. ആ വിഗ്രഹമാണ് അവർക്ക് നല്ല ജീവിതം കൊടുക്കുന്നത്. കല്യാണത്തിന് ശേഷം അവർ ആ അയ്യപ്പ വിഗ്രഹം ഞങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ജീവിതം അധോഗതിയായി എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ കരുണയും അത് ശരിവെക്കുന്നുണ്ട്. വേറെ ഒരു അയ്യപ്പ വിഗ്രഹം അല്ലേ എന്ന് കരുതിയിട്ടാണ് ആ വിഗ്രഹം പുഴയിലെറിഞ്ഞത്. പക്ഷേ പോകെ പോകെ എനിക്ക് മനസ്സിലായി ആ വിഗ്രഹത്തിന് ജീവനുണ്ടെന്ന്. ആ വിഗ്രഹം പൂജാമുറിയിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ അതിനകത്തേക്ക് കയറാൻ പോലും പേടിയാണെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, അത് ശരിയാണ് ഉണ്ണിയേട്ടൻ പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം പൂജാമുറിയിൽ കയറിയിരുന്നു. അപ്പോൾ ആ വിഗ്രഹത്തിൽ നിന്നും എൻ്റെ കണ്ണിലേക്ക് ഒരു പ്രകാശം അടിക്കുന്നത് പോലെ തോന്നി എന്നെല്ലാം കരുണ പറയുമ്പോൾ, ഏതായാലും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ, എന്നിട്ട് അയ്യപ്പ വിഗ്രഹത്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് പ്രതാപൻ പറയുന്നുണ്ട്, മോള് നേരെ കമലേശ്വരത്തേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അനന്തുവിൻ്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനായിട്ട് പറ്റും. ദുർഗ ഇപ്പോൾ അവരുടെ സൈഡായ സ്ഥിതിക്ക് അനന്തുവിൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വിളിച്ചു പറയാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അങ്ങനെ കരുണ പോകുന്നതിന് മുൻപായിട്ട് നാളെ നേരത്തെ വരണം എന്ന് ഉണ്ണി, നിൻ്റെ അച്ഛനെ സഹിക്കാൻ ഇപ്പോൾ വലിയ പാടാണെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വരികയാണ് പ്രതാപന്. നിനക്കിപ്പോൾ എൻ്റെ മോളും അവളുടെ സ്വത്തും മാത്രമേ കൂട്ടായിട്ടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ കരുണ പോയതിന് ശേഷം എൻ്റെ അമ്മയുടെ സ്വത്തുക്കളെല്ലാം നീ കൈക്കലാക്കി, അതെൻ്റെ മോൾക്കറിയില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ അച്ഛനെ കൊന്ന ആളാണ് നിങ്ങൾ, അതിന് പകരമായിട്ട് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ, എന്നിട്ടും നീയല്ലേ ഇപ്പോഴും നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്നത്, നിൻ്റെ ചേട്ടന് പോലും അതിൽ വലിയ താല്പര്യമില്ല എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ, എൻ്റെ അച്ഛൻ കാരണമാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് നഷ്ടപരിഹാരം ഞാൻ വാങ്ങിച്ചെടുക്കുന്നതിന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. തുടർന്ന് ഈ ഒരു കാര്യവും പറഞ്ഞ് അവർ പരസ്പരം തർക്കിക്കുന്നുണ്ട്. അവസാനം മിണ്ടാതെ കിടന്നില്ലെങ്കിൽ നിൻ്റെ അടുത്ത കാലം കൂടി തല്ലി ഒടിക്കും കിഴങ്ങൻ എന്നെല്ലാം ഉണ്ണിയെ വിളിച്ചുകൊണ്ട് പ്രതാപൻ പെറുപെറുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കരുണ കമലേശ്വരത്ത് എത്തുന്നു. അപ്പോൾ ദുർഗ അവിടെ നിൽക്കുന്നത് കാണുന്ന കരുണ, വന്നപ്പോൾ തന്നെ ദുർബോധത്തെയാണല്ലോ കണ്ടത് എന്നെല്ലാം ദേഷ്യത്തോടു കൂടി മനസ്സിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഉണ്ണിക്ക് കൂട്ടിയിരിക്കുന്നതിന് പകരം നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, കുറച്ച് ഡ്രസ്സ് എടുക്കാനാണെന്ന് കള്ളം പറയുകയാണ് കരുണ ചെയ്യുന്നത്. ആ ജയിൽ പുള്ളി അവിടെയുണ്ടോ, നിൻ്റെ അച്ഛൻ എവിടെയുണ്ടോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കരുണയെ നാണം കെടുത്തുന്നുണ്ട് ദുർഗ. മരുമകന് പറ്റിയ അമ്മായിയച്ഛനാണ് എന്നെല്ലാം ദുർഗ വീണ്ടും പറയുമ്പോൾ,
ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്ത് തെറ്റായിപ്പോയി എന്ന് ഞങ്ങളൊക്കെ ഇപ്പോൾ കരുതുന്നുണ്ടെന്നെല്ലാം കരുണ പറയുമ്പോൾ, നേരത്തെ നിൻ്റെയൊക്കെ കൂടെ നിന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പേരക്കുട്ടിയെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കണ്ണനോട് മോളെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, ഭാഗ്യമുണ്ടെങ്കിൽ ജീവനില്ലാത്ത നിങ്ങളുടെ പേരക്കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് മനസ്സിൽ പറഞ്ഞ് ഗൂഢമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ കരുണ. പക്ഷേ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അമ്മ പറഞ്ഞതുപോലുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് മോളെ ഒന്ന് എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ലേഖേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ എന്നെ കുഞ്ഞിനെ കാണാൻ അനുവദിച്ചതേ ഉള്ളൂ, അല്ലാതെ എടുക്കാനൊന്നും സമ്മതിച്ചില്ല എന്നെല്ലാം പറയുമ്പോൾ, അതുപോലും നിൻ്റെ ഭാഗ്യമാണ്. നിൻ്റെ പ്രവൃത്തികളൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ലേഖ നിന്നെ ചൂലെടുത്ത് ആട്ടി ഇറക്കി വിടേണ്ടതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് ഉണ്ണിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, ഉടനെ തന്നെ നടക്കാൻ പറ്റുമെന്നാണ് തോമസ് ഡോക്ടർ പറഞ്ഞത് എന്നെല്ലാം കരുണ പറയുമ്പോൾ, ഒരു രാക്ഷസൻ എവിടെയുണ്ടല്ലോ, അവനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മേഘേട്ടനും നല്ല മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുകയാണ് അച്ഛനും മകനും. അതുകൊണ്ട് അവരുടെ ആ വൃത്തികെട്ട തലയിൽ നിന്നും എന്തൊക്കെ പൊട്ടിമുളയ്ക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് ദുർഗ പറയുന്നത് കേട്ട് ഗൂഢമായിട്ട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന കരുണയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്